വട്ടിയൂർക്കാവ് MLA കൂടിയായിട്ടുള്ള പ്രശാന്ത ഓഫീസ് മുറി ഒഴിയാൻ തയ്യാറാവുകയാണ്. ശാസ്തമംഗലത്തുള്ള MLA ഓഫീസ് ഒഴിഞ്ഞ് പകരം മറ്റൊരിടത്തേക്ക് ഓഫീസ് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് VK പ്രശാന്ത് എത്തുന്നു എന്ന് വ്യക്തമാകുന്നു. മരുതംകുഴിയിലായിരിക്കും ഇനിയുള്ള പുതിയ ഓഫീസ് എന്ന് അദ്ദേഹം പറയുകയാണ്. ശാസ്തമംഗലത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു വരികയായിരുന്നു, പ്രവർത്തനം നടത്തി വരികയായിരുന്നു. ശാസ്തമംഗലത്ത് തന്നെയാണ്, ഇതേ ഓഫീസിൽ തന്നെയാണ്, കോർപ്പറേഷന്റെ നഗരസഭയുടെ കെട്ടിടത്തിൽ തന്നെയാണ് MLA ഓഫീസും അതുപോലെ തന്നെ കൗൺസിലർ ഓഫീസും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന കൗൺസിലർമാർ അവിടെ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ശ്രീലേഖ കൗൺസിലറായി വന്നപ്പോൾ അവിടെയുള്ള പരിമിതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓഫീസ് ഒന്ന് മാറിത്തരണം അല്ലെങ്കിൽ ഓഫീസ് ഒഴിയണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. വളരെ സൗഹൃദപരമായി പറഞ്ഞ കാര്യമാണ്. പിന്നീട് മാധ്യമങ്ങളിലൂടെ അത് വലിയ വിവാദമായി മാറുകയായിരുന്നു. താൻ ഇറങ്ങിപ്പോകണമെന്നൊന്നുമല്ല, തന്നെയും കൂടി പരിഗണിക്കണം എന്ന് വളരെ വിനയപൂർവ്വം പറയുകയായിരുന്നു. മാത്രമല്ല അതിനകത്തുള്ള ഈ കൗൺസിലർ എന്ന നിലയിൽ ആ ഓഫീസിനകത്തുള്ള പരിമിതികളെ ഒക്കെ തന്നെ നമ്മൾ വീഡിയോ ദൃശ്യങ്ങളിലൂടെയും ഒക്കെ തന്നെ കണ്ടതാണ്. അതായത് ഈ ശൗചാലയത്തിനകത്താണ്, ഓഫീസ് മുറിക്കകത്തുള്ള ബാത്റൂമിനകത്താണ് ഫയലുകളൊക്കെ തന്നെ സൂക്ഷിച്ചിരുന്നത്. ഒരു വനിതാ കൗൺസിലർ എന്ന നിലയിൽ ഒന്ന് ബാത്റൂമിൽ അതിന് പോലുമുള്ള ആവശ്യകത ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു തരത്തിലുമുള്ള സൗകര്യമില്ലാത്തൊരു മുറിയാണ്. ഈ മുറിയിൽ വന്ന് അടച്ചിട്ട മുറിയിൽ വന്നിരുന്ന് ഇരിക്കാനല്ല താൻ വന്നതെന്നും, എന്നാൽ തന്നെ കാണാൻ വരുന്ന ജനങ്ങൾക്ക് ഒരു സൗകര്യപ്രദമായ ഒരു സ്ഥലമെങ്കിലും വേണ്ടേ, അവർക്കൊരു പരാതിയെങ്കിലും എഴുതാനുള്ള സ്ഥലമെങ്കിലും വേണ്ടേ എന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ ഫലമായിട്ട് നിരവധി തെളിവുകളും ഉണ്ടായിരുന്നു. മുൻ കൗൺസിലർമാരും തങ്ങൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച്, തങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല, മാത്രമല്ല തങ്ങളുടെ വീട് ഇവിടെ അടുത്തായതിൽ തന്നെ അവിടെ തന്നെ മുറി തുറന്ന് അവിടെ തന്നെ കൗൺസിലർ മുറി ഒരു ഓഫീസായി മാറ്റുകയായിരുന്നു, പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ്. എന്തായാലും എല്ലാ വിവാദങ്ങളും അവസാനിച്ചു എന്നിരിക്കെയാണ് VK പ്രശാന്തിന്റെ വളരെ നിർണായകമായ ഒരു തീരുമാനം വരുന്നത്. VK പ്രശാന്തിന്റെ ഓഫീസ് VK പ്രശാന്ത് ഇനി ശാസ്തമംഗലത്ത് തുടരില്ല, പകരം മരുതൻകുഴിയിലേക്ക് മാറുന്നു എന്ന് വളരെ നിർണായകമായ ഒരു തീരുമാനം വന്നത്. ശ്രീലേഖ ഇതിൽ വിജയിച്ചു എന്ന് വേണം പറയാം. പക്ഷേ ഇത് മറ്റൊരു തലത്തിലേക്ക് ശ്രീലേഖയെ ഒറ്റപ്പെടുത്താൻ, വേട്ടയാടാൻ, ഇത് ജനങ്ങൾക്കിടയിൽ ഒരു മോശം കഥാപാത്രം ശ്രീലേഖയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ആലോചനയും ഇപ്പോൾ നടത്തുന്നുണ്ട്. അതായത് VK പ്രശാന്തിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ തന്നെ ജനങ്ങൾക്ക് വലിയ സ്വീകാര്യത ഉള്ള ഒരു നേതാവാണ് VK പ്രശാന്ത് എന്ന് പറയുന്നത്. അപ്പോൾ VK പ്രശാന്തിനെ നോവിച്ച ശ്രീലേഖയെ ഇനി വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അത് മാത്രവുമല്ല, വട്ടിയൂർക്കാവിലേക്ക് ഒരുപക്ഷെ ശ്രീലേഖ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വളരെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് ശ്രീലേഖ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ പറയാൻ കഴിയില്ല, രാഷ്ട്രീയ ട്വിസ്റ്റുകളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീലേഖ ഒരു പക്ഷെ മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ MLA ആയി വീണ്ടും MLA സ്ഥാനത്തേക്ക് വീണ്ടും VK പ്രശാന്ത് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടു കൂട്ടരും ഒരേ ഓഫീസിൽ നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് മരുതൻകുഴിയിലേക്കുള്ള ഓഫീസിലേക്ക് മാറുന്നത്. മരുതൻകുഴിയിൽ VK പ്രശാന്തിന് മറ്റൊരു ഓഫീസ് ഉണ്ട്, ആ ജംഗ്ഷനിൽ തന്നെയാണ് ഉള്ളത്, അവിടേക്ക് തന്നെയാണ് ഇനിയുള്ളത്. നേരത്തെ ശ്രീലേഖ പറയുന്നുണ്ടായിരുന്നു, ഈ കെട്ടിടത്തിന്റെ മുക്കാൽ ഭാഗവും അദ്ദേഹം അടക്കി വാഴുകയാണ്, കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. 2 AC ഒക്കെ ഇട്ട്, ഫാനും ഒക്കെ ഇട്ട്, ലൈറ്റൊക്കെ ഇട്ട്, ബൗൺസർമാരെ പോലെയുള്ള 2 ആൾക്കാർ വെളിയിലൊക്കെ നിന്ന് അങ്ങനെ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ഈ ഒരു ബിൽഡിംഗ് അടക്കി വാഴുന്നു എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല VK പ്രശാന്തിന്റെ നെയിം ബോർഡിന്റെ തൊട്ട് മുകളിലായി, MLAയുടെ നെയിം ബോർഡിന്റെ തൊട്ട് മുകളിലായി കൗൺസിലറുടെ നെയിം ബോർഡ് അടക്കമുള്ളവ വരികയും ഒക്കെ ചെയ്തിരുന്നു. അതും വലിയ വിവാദമായിരുന്നു. എന്തായാലും VK പ്രശാന്തിനെ റെയ്ഡ് ശ്രീലേഖ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. റെയ്ഡ് ശ്രീലേഖ അടിച്ചിറക്കിയെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ആ നിർണായക തീരുമാനത്തിലേക്ക് VK പ്രശാന്ത് എത്തുകയാണ്. ഒരു അനുരഞ്ജന നീക്കമൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഒരു അനിയനെ പോലെ കണ്ടെത്താൻ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം അങ്ങനെ പ്രതികരിക്കേണ്ട, അതൊരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ തന്നെ അന്ന് കൈ കൊടുത്ത് പിരിഞ്ഞിരുന്നുവെങ്കിലും അവരുടെ ആവശ്യം അവിടെ തന്നെ നിന്നിരുന്നു. അതായത് ഇപ്പോഴല്ല, പിന്നീടെങ്കിലും ഒഴിയണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇനി വരുന്ന വർഷങ്ങളിലേക്കുള്ള വാടക കൂടി അടച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇത് മേയർ തന്നെ അവിടെയുള്ള കോർപ്പറേഷൻ ഓഫീസ് അനധികൃതമായി കയ്യേറ്റം ചെയ്തിരിക്കുന്നവരുടെ എതിരെയുള്ള നടപടികൾ, ഒപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾക്കൊക്കെ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ നീക്കം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും VK പ്രശാന്തിന് വെള്ളിടിയേറ്റുകൊണ്ട് ഇപ്പോൾ ഒരു നീക്കം, ഒരു വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് VK പ്രശാന്ത് എത്തുന്നു. എന്നാലും ശ്രീലേഖ ഇതിൽ സന്തോഷവതിയായിരിക്കുമെന്ന് കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയപരമായി BJPയുമായി തന്നെ ഒന്നും തന്നെ ആലോചിക്കാതെയുള്ള ഒരു നീക്കമായിരുന്നു ശ്രീലേഖ നടത്തിയിരുന്നത്. വളരെ സൗഹാർദ്ദപരമായിട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ ഒഴിയാൻ പറ്റുമെങ്കിൽ ഒന്ന് പരിഗണിക്കണേ, ഉടനെ വേണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള നിലയിൽ സംസാരിച്ച് വെച്ചത് അദ്ദേഹം ഇത് ഇത്ര വലിയ ഒരു വിവാദമാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ അതിനെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം കാണും, അറിയില്ല. പക്ഷേ ഒരു കൗൺസിലർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇല്ല ഇതിനകത്ത്.
മാന്യമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ. കാരണം എനിക്ക് മറ്റുള്ള ആൾക്കാർ, ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്, ഒരു വനിതയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിവിടെ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ ഓടി നടന്ന് സ്കൂട്ടറിൽ നടന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അസുഖമുള്ളവർക്ക്, പ്രായമായിട്ടുള്ളവർക്ക്, വികലാംഗരായിട്ടുള്ളവർക്ക്, വീൽ ചെയറിലിരിക്കുന്നവർക്ക്, അവർക്കൊക്കെ ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോയി ചെയ്യും. അതൊന്നും ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് പോയി അവർക്ക് വേണ്ട സേവനം ചെയ്യും. പക്ഷെ ഇവിടെ എന്നെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്ന ചില പരിപാടികൾക്ക് ക്ഷണിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യം കൗൺസിലിലോ മറ്റ് സർക്കാർ ഓഫീസുകളിലോ പറയണം എന്ന് പറഞ്ഞ് വരുമല്ലോ. അപ്പൊ അവർക്ക് ഇവിടെ ഇന്ന് എഴുതണ്ടേ, എനിക്കൊരു കത്തെഴുതി അവരുടെ കൈ കൊടുത്തു വിടുമോ, അല്ലെങ്കിൽ ആ കൺസേൺഡ് ഓഫീസിൽ ഒരു കത്തെഴുതി കൊടുക്കുകയോ വിളിച്ച് പറയുമ്പോൾ ചെയ്യേണ്ട ഒരു സൗകര്യം. അപ്പൊ അങ്ങനെയുള്ള സൗകര്യമുള്ള സ്ഥലമല്ല. പിന്നെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ എനിക്ക് എവിടെ പോകണമെന്നും അറിയില്ല. കാരണം ഈ ബാത്റൂം വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ മുഴുവൻ ഫയലും സാധനം വെച്ചത് കൊണ്ട് വെള്ളം പോലും ഇല്ല അതിനകത്ത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം. ഇപ്പൊ ഇവിടെ കുടിക്കാനായിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനം, കുടിക്കാൻ വെള്ളം വെക്കാനുള്ള സംവിധാനം, അങ്ങനെ ആരെങ്കിലും വന്നാ ഒരു ചായ കൊടുക്കാനുള്ള സംവിധാനം അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഈ ഒരു 80 സ്ക്വയർ ഫീറ്റ് ആണ് എന്നാണ് തോന്നുന്നത്. 80 ആണ്. ബാത്റൂം ഉൾപ്പെടെയാണ് 100 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇതുപോലെയുള്ള ഒരു മുറിയുടെ വളരെ പ്രയാസമായിരിക്കും, ശ്വാസം മുട്ടും. അപ്പുറത്തെ റിസപ്ഷൻ ഏരിയയിലും MLA യുടെ മുറിയിലും ഒക്കെ AC വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അതും ഇല്ല. അപ്പൊ അതൊക്കെ കൊണ്ട് AC എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരുന്നു. പക്ഷെ അതും ഇല്ല. അപ്പൊ ഇതിന്റെ ഇത്രയും കോർപ്പറേഷൻ അതിന്റെ ചെലവൊക്കെ വഹിച്ച് അതിന്റെ കറന്റും വാട്ടർ ചാർജും ഒക്കെ കൊടുത്തിട്ട് കൗൺസിൽ ബിൽഡിങ് കൗൺസിലർക്ക് വേണ്ടി അലോട്ട് ചെയ്ത ഫസ്റ്റ് ഫ്ലോർ. പക്ഷെ കൗൺസിലർക്ക് ഇവിടെ വെള്ളമില്ല, കറണ്ട് ഇല്ല, AC ഇല്ല, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് മുഴുവനും മറ്റ് 350 സ്ക്വയർ ഫീറ്റ് എടുത്തിരിക്കുന്ന ആളാന്നൊക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ ബുദ്ധിമുട്ട് കാണുമല്ലോ. കൂടാതെ പണ്ട് ബിന്ദു എന്ന് പറയുന്ന കൗൺസിലർ ഇരുന്ന സ്ഥലമാണ് ആ ഫുൾ ഏരിയ. ഇത് ബാത്റൂമിന്റെ ആന്റി റൂം എന്ന് പറയുന്ന സ്ഥലമാണ്. ശരിക്കും ഇതാണ് സ്റ്റോറേജ് റൂം. നിങ്ങൾ നിങ്ങൾക്ക് മുകളിൽ സ്റ്റോറേജ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെയാണ്. ഷെൽഫ് ഇട്ട് സ്റ്റോറേജ് റൂമും റെസ്റ്റ് റൂമും, പിന്നെ അതാണ് ബാത്റൂം. അതൊരു ഹോളായിട്ട് ബിന്ദു ഇരുന്നിരുന്ന സ്ഥലമാണ്. പക്ഷെ സംഭവം പ്രശാന്ത് വന്നതിന് ശേഷം അത് അദ്ദേഹം കൈയടക്കി എന്ന് പറയുന്നത് തന്നെയാണ് ശരി. അത് പറയുന്നത് ഇനി വിവാദമാകുമോ എന്ന് എനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും വിവാദമാണല്ലോ. അദ്ദേഹം അതൊരു പാർട്ടീഷൻ ചെയ്ത് 2 AC ഒക്കെ വെച്ച് ഇരിക്കുന്നു സ്വസ്ഥമായിട്ട്. അപ്പോ കൗൺസിലർ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ബിന്ദുവിന് ശേഷം ആരും ഇരുന്നിട്ടില്ല. മധുസൂദൻ നായർ വന്നിരുന്ന് അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു ശീലം ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാനൊരു 2 മാസത്തേക്ക് ശ്രമിച്ചു, പറ്റാത്തതുകൊണ്ട് നിർത്തി എന്ന് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞങ്ങള് രാവിലെ തന്നെ വന്നിട്ട് മാം ഇവിടെ വന്നോ, പ്രശാന്ത് സാർ വന്നോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞത് പ്രശാന്ത് സാർ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടാവും, ഒരു നിശ്ചിത സമയത്ത് സ്ഥിരമായിട്ട് ഉണ്ടാവും. ശ്രീലേഖ മാം ആണെങ്കിലും ഇതിനു മുമ്പുള്ള BJP കൗൺസിലർ ആണെങ്കിലും അവർ വരുന്നോ പോകുന്നോ എന്നുള്ളത് ഞങ്ങളാരും കാണാറില്ല എന്നുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ? അവരെ വരാൻ സമ്മതിക്കാറില്ലാത്ത കാരണം നിങ്ങൾ അറിയാം, ഇവരുടെ ഓഫീസിന്റെ അകത്തൂടെ കയറിയാ വരേണ്ടത്. പുറത്തിരിക്കുന്ന ഈ 2 ബൗൺസർമാരെന്നുള്ള വാക്ക് ഉപയോഗിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അവരിയ്ക്കുമ്പോൾ അവരുടെ ഇടയിലൂടെയുള്ള ഒരു സ്ഥലത്തിൽ കൂടെ വേണം എൻ്റെ ഓഫീസിലേക്ക് വരാൻ. അപ്പൊ പ്രശാന്തിന്റെ ഓഫീസിന്റെ നടുക്കൂടെ കയറി വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും പഴയ കൗൺസിലർമാർ വരാത്തത്. പക്ഷെ എനിക്കിവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റും. ഞാൻ വരും, ഞാൻ രാവിലെയും വരും, ഉച്ചയ്ക്കും വരും. കുറച്ച് സമയം 1.5-2 മണിക്കൂറെങ്കിലും വരും. ബാക്കി സമയങ്ങൾ എനിക്ക് പല പരിപാടികളുണ്ട്. നേരത്തെ ഇത് ഒരു അക്ഷയ കേന്ദ്രമോ സാക്ഷരതാ മിഷനോ അല്ലാണ്ട് പണ്ട് കൗൺസിലർ അവിടെ ഇരിക്കുമ്പോൾ ഇതിവിടെ സാക്ഷരതാ മിഷനോ അക്ഷയ കേന്ദ്രമോ എന്തോ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ബോർഡിൽ.